ഓ, തണുപ്പായതുകൊണ്ടായിരിക്കും 6 മണിയാകുമ്പോഴത്തേക്കും ഒടുക്കത്തെ വിശപ്പാ. അല്ല, നിങ്ങൾ രണ്ടുപേരും ഇത് മുമ്പിൽ വെച്ച് എന്തിനാ ചുമ്മാ ഇരിക്കണേ? കഴിക്കണില്ലേ? അത് രണ്ടും അവിടെ ഇരിക്കട്ടെ, സത്യാഗ്രഹമാണെന്ന്. ഇതാ ഞാൻ പറയുന്നത്, പിള്ളേരെ മലയാളം ന്യൂസ് ചാനൽ കാണിക്കരുതെന്ന്. അതൊക്കെ കണ്ടാ ഈ തോന്നിവാസങ്ങളൊക്കെ പഠിക്കണത്. അല്ല, ഇപ്പൊ എന്നാ ഒരു പ്രത്യേക സത്യാഗ്രഹം? അവർക്ക് പട്ടിയെ വേണമെന്ന്. പട്ടിയോ? എന്തിന്? ഒന്നാമത് ഈ നാട്ടിൽ കള്ളന്മാരൊന്നുമില്ല. പിന്നെ ഗ്രിഗറി ഇവിടെ ഉള്ള കാരണം ഒരുള്ള ചോറ് പോലും ബാക്കി വരുമെന്ന് പേടിക്കണ്ട. ഞാൻ തന്നെ ഓഫീസിൽ നിന്ന് വരുന്നത് എന്തെങ്കിലും ബാക്കി കാണുമോ എന്ന് പേടിച്ചാ. കള്ളനെ പിടിക്കാനല്ലേ ഡാഡി ഡോഗി. പിന്നെ We're bored. We want somebody to play with. കളിക്കാനാണോ പട്ടി? അതിനാ ഗ്രിഗറി ഇവിടെ ഇല്ലേ? അവൻ നിങ്ങളുടെ കൂടെ എപ്പോ നോക്കിയാലും കളിക്കണ കാണാൻ ചെയ്യും. He only knows 2 games, Statue and പൂജിമിട്ട്. ബോറടി മാറ്റാൻ പട്ടി തന്നെ വേണോ? ഒന്നാമതേ പട്ടി ഞാനുമായിട്ട് ചേരിയല്ല. നാട്ടിലാണ് പിന്നെ ഇതിനെ ചുമ്മാ അങ്ങ് തുറന്നു വിട്ടാൽ മതി. ഇതിനാകുമ്പം വീടിനകത്ത് ഇതിന്റെ പൂടയും നാറ്റവും ഒക്കെ ഉണ്ടാവുകയല്ലേ. അത് നന്നായിട്ട് ബ്രഷ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ പോലും വല്ലപ്പോഴാ ബ്രഷ് ചെയ്യണേ. എന്നാലും പിന്നെ പട്ടിയെ ബ്രഷ് ചെയ്യാൻ പോണത്. അയ്യോ, പിള്ളേര് പട്ടിയുടെ മുടി ബ്രഷ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ആ, അത് ശരി. ഇവരെ രണ്ടുപേരെ കൂടെ രാവിലെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോ തന്നെ എന്റെ നടുപൊടിയും. ഇന്നേരം പിന്നെ ആ പട്ടിയെ നോക്കാൻ പാടെ. ഇത് അപ്പിയിട്ടാ പിന്നെ അത് കോരാൻ ഞാൻ തന്നെ നടക്കണ്ടേ? അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം, I promise. നിങ്ങൾ അതൊക്കെ പറയും. ഈ തണുപ്പത്ത് ഇതിന്റെ കാട്ടം വരാൻ ഞാൻ തന്നെ നടക്കണ്ടേ? തമ്പുരാനെ, ഒരു കണക്കിന് ജനിക്കുവാണെങ്കിൽ ഈ നാട്ടിൽ പട്ടിയായിട്ട് തന്നെ ജനിക്കണം. ചുമ്മാ ഉണ്ടു ഉറങ്ങി അപ്പിയിട്ട് നടക്കുക. കാട്ടം വരാൻ വരെ വേറെ ആള്. പിന്നെ ഈവനിങ് വാക്കിന് പോകുമ്പോൾ പുറകെ പോകില്ലേ പ്ലാസ്റ്റിക് കൂടുമായിട്ട് ഓരോരുത്തർ പട്ടി അപ്പിയിട്ട് അത് കോരാൻ. അന്നേരം എനിക്ക് തോന്നാറുണ്ട്, ഈ പട്ടിയാണോ യജമാനൻ അതോ ഈ കാട്ടം വരാൻ നടക്കണവനാണോ യജമാനൻ എന്ന്. നിങ്ങൾ പേടിക്കണ്ട, വഴി ഉണ്ടാക്കാം. ഇപ്പൊ കഴിക്ക്. അതെ, ഈ വീട്ടിൽ ഒരു പട്ടിയുടെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ എന്ത് കണ്ടിട്ടാ പിള്ളേർക്ക് പട്ടിയെ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞേ? എടി, ഞാനത് അവരുടെ സത്യാഗ്രഹം പൊളിക്കാൻ വേണ്ടി ഒരു നാരങ്ങാ നീര് കൊടുത്തു നോക്കിയതല്ലേ. നേരം വെളുക്കും അവരത് മറന്നോളൂ. എങ്ങനെ മറക്കാനാ? ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല, 1 മാസമായി. അവളുടെ കൂട്ടുകാരികളുടെ അടുത്ത് ഏതാണ്ട് കണ്ടിട്ടാ എപ്പോൾ ഹോംവർക്ക് ചെയ്യാനിരുന്നാലും പട്ടിയുടെ കാര്യമാണ്. അവൻ പിന്നെ അവളുടെ കൂടെ ചുമ്മാ ചേരുന്നേ ഉള്ളൂ. അവന് അതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എന്നാലും എല്ലാ കാര്യത്തിനും അവൻ അവൾക്കൊരു സപ്പോർട്ടാ. ഇതിപ്പം ഏറ്റത് പുലുവാലായോ? ഇനിയിപ്പോൾ എന്നാ ചെയ്യും? ഫിഷ് മേടിച്ചു കൊടുത്താലോ? എന്നാത്തിനാ? വറുത്ത് കൊടുക്കാനോ? ഓ, ഫിഷ് അക്വേറിയം. ആ നമ്പൂതിരി പറഞ്ഞത് ഓർമ്മയില്ലേ? നമ്മുടെ ലിവിങ് റൂമിൽ ആ മൂലയ്ക്ക് ഒരു അക്വേറിയം വെച്ചാൽ നമുക്ക് നല്ലതാണെന്ന്. അത് കൊള്ളാമല്ലോടി. ഈയിടെയായിട്ട് പ്രായമായി വരും തോറും ദൈവം നിനക്ക് ഇച്ചിരി ബുദ്ധി കൂടുതൽ തരണുണ്ട്. അത് അവിടെ തന്നിട്ട് ഗുണമില്ലെന്ന് കണ്ടിട്ടായിരിക്കും ഈ കുടുംബത്തിന്റെ കോട്ട മുഴുവനും എനിക്ക് തന്നത്. മത്തായി കുഞ്ഞേ, ചക്കി, മക്കളിങ് വന്നേ. ഇത് കണ്ടോ കേട്ടോ? ഇത് കണ്ടാടാ? ചേട്ടാ, ഇതിനെ എവിടുന്ന് പിടിച്ചോണ്ട് വന്നു? ഞാൻ എങ്ങൊന്നും പോയി പിടിച്ചോണ്ട് വന്നതല്ല, കാശ് കൊടുത്ത് മേടിച്ചതാ. ഇതാണ് ഗോൾഡ് ഫിഷ്. കൊള്ളാം, വലുതായിട്ട് പൊരിച്ചു തിന്നാ. മത്തായി കുഞ്ഞേ, കൊച്ചിനിത് കണ്ടിട്ടൊന്നും സന്തോഷമില്ലാത്ത തന്നെടാ. Fishes are stupid. Dogs can do tricks. ഓ, ട്രിക്ക്. ഡോഗിനെ കൊണ്ട് നീ എന്നാ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോകണോ? ഡാഡി, ഡോഗ് എന്തൊക്കെ ചെയ്യും? വിളിച്ചാൽ കൂടെ വരും. ഉവ്വ. ബോൾ എറിഞ്ഞാൽ ഫെച്ച് ചെയ്യും. അതിപ്പം നമ്മൾ വിചാരിച്ചാൽ മീനിനെ കൊണ്ടും ചില നമ്പറൊക്കെ കാണിക്കാൻ പറ്റും. കേട്ടോ മോളെ, ഡാഡിയുടെ കുട്ടിക്കാലത്ത് ഡാഡിയുടെ വീട്ടിലൊരു ആടുണ്ടായിരുന്നു പറഞ്ഞില്ലേ? ഗോട്ട്. അതിന് മാത്തൻ എന്ന പേരുള്ള ഒരു മുട്ടനാടുണ്ടായിരുന്നു. അതായത് ബേബി ഉണ്ടായിരുന്നു. അതിന് ഞാൻ എന്തെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? ഡാഡി ഇങ്ങനെ ഒന്ന് കൈ കാണിച്ചാൽ അതിങ്ങനെ ഓടി വരും. ഡാഡി ഇങ്ങനെ നടന്നു പോയാൽ ഡാഡീനെ ഫോളോ ചെയ്ത് അത് വരും. ഒരു ദിവസം ഉണ്ടല്ലോ മോനെ, നമ്മുടെ പള്ളി പെരുന്നാളിനെ അപ്പച്ചനില്ലേ കൊച്ചിൻ്റെ ഗ്രാമ്പ, അതിനെ പിടിച്ച് കൊന്നേ സൂപ്പ് വെച്ചു. ആട്ടിൻ സൂപ്പ് ബെസ്റ്റാ. എൻ്റെ വല്യമ്മച്ചിയെ ആടിൻ്റെ തല വെച്ചൊരു സൂപ്പ് ഉണ്ടാക്കി. എന്നാ ടേസ്റ്റാന്നറിയാവോ? അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ ഇതിനെന്നാ ഒരു പേരിടണ്ടെന്ന് ഞാൻ ആലോചിക്കണം. സ്വർണ്ണ നിറമുള്ള മത്സ്യമായതുകൊണ്ട് നമുക്കിതിനെ കനകലതയെന്ന് ഇട്ടാലോ? കനകലതെന്ന് വേണ്ട, ഫിലോമിനാന്ന് ഇടാം. ഓ, അവൻ്റെ ഒരു കവിഭാവന. എടാ, ഒന്നാമത് ഇവനൊരു ആണാ. അതെങ്ങനെ ചേട്ടായിക്ക് മനസ്സിലായി? എടാ, അത് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ബോധം ബുദ്ധിയൊന്നും വേണ്ട. നീ നോക്കി അവൻ്റെ ആ നോട്ടവും ആ നടപ്പും. How about Tupac? പിന്നെ തൂപ്പാക്ക് എപ്പോൾ നോക്കിയാൽ ആ കർമ്മൻ്റെ പാട്ടും കെട്ടുകൊണ്ട് നടന്നാം കേട്ടോ. അതൊന്നും ശരിയാവുകയില്ല.
അവൻ്റെ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഞങ്ങളുടെ നാട്ടിൻപുറത്തുള്ളൊരു വട്ടൻ്റെയാണ്. ആ പുള്ളി ഒരു പാൻറ്റും ഒരു പാള പാൻറ്റ് വിട്ട് ഒരു തൊപ്പിയും വെച്ച് കേട്ടാ അരക്കൊരു വെട്ടും കെട്ടി ഒരു വടിയും വെച്ചിട്ട് നമ്മുടെ വഴിയൊക്കെ നടക്കുന്ന ഒരു ഓർമ്മ പുതു 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 എന്ന് പറഞ്ഞൊരു പാട്ട്. അത് ശരിയാവേല, അത് വേണ്ട. How about Jefferson? What? Jefferson? What's wrong with you? അതിൻ്റെ കുഴപ്പം ജെഫേഴ്സൺ നല്ല പേരാ. പള്ളിയിലൊക്കെ പോണ ഒരു കൊച്ചിൻ്റെ പേര് പോലെ ഇരിപ്പുണ്ട്. അത് മതി. മോനെ ജെഫേഴ്സോ ടുക്കുടു ടിങ്കടോ. Daddy, എപ്പോ നോക്കിയാലും ഈ പാവത്തിന് ചോറ് കൊടുക്കണം. He'll be bored. ഇച്ചിരി കറിയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് സായിപ്പ് മീനല്ലേ, ഇതിന് എരിവും പുളിയൊന്നും പറ്റിയല്ല. അതിന് പച്ചച്ചോറാ ഇഷ്ടം. കണ്ടോ, നിന്റെ ചേട്ടായി അല്ലേ പറഞ്ഞത് ഇവന് ട്രിക്കൊന്നും അറിയാമല്ലെന്ന്. ഉള്ള സൗകര്യത്തിന് ദേ അവൻ മലർന്ന് കിടന്ന് നീന്തണം. കണ്ടോ കൊച്ചു, നോക്കി. മമ്മി, ജെഫർസൺ അനങ്ങണില്ല. നമുക്ക് 0 വെട്ട് കളിക്കാം. 0 വട്ടാ? That's boring. എന്നാ വീഡിയോ ഗെയിം കളിക്കാം. പിന്നെ ചേട്ടനെ ഞാൻ തോപ്പിച്ച് മടുത്തിരിക്കുക. നീ വീഡിയോ ഗെയിംസ് നീ എന്ത് കളിക്കും? പുതിയ ജെഫേഴ്സനെ കിട്ടിയോ? ജെഫർസൺ 2. പഴയ ജെഫേഴ്സന്റെ അതേ മൂക്ക്. മത്തായി കുഞ്ഞ്, ആ വടി ഇങ്ങോട്ട് എടുക്ക്. ഒരു കാര്യമുണ്ട്. പ്രിൻസി, നമ്മുടെ പുതിയ മീനിന് പിള്ളേര് പേരിട്ടു കേട്ടോ, ജെഫേഴ്സൺ നമ്പർ 2. അതായത് ഈ മാർപ്പാപ്പമാർക്കൊക്കെ ഇടുന്ന പോലെ 14-ാമൻ 15-ാമൻ എന്നൊക്കെ പറഞ്ഞ പോലെ. ഏതായാലും മീനെ കിട്ടിയ പിന്നെ അവൾ എപ്പോഴും അതിൻ്റെ മുമ്പിലാണ്. അവളുടെ കരച്ചിൽ ഏതായാലും ഒന്ന് നിന്നു. ആ എല്ലാ 5 മിനിറ്റിലും അവൾ പോയി ആ കുപ്പിക്കകത്ത് പോയി നോക്കും. ക്ലാസ്സിന് പോയപ്പോൾ ചേട്ടായോട് പ്രത്യേകം പറഞ്ഞിട്ടാ പോയത്, നോക്കിക്കോണം കൊണ്ടുവന്ന്. മോന്റെ കാര്യം പറഞ്ഞപ്പോഴാ അവനിപ്പം നല്ല രസമായിട്ട് മലയാളം പറയുന്നുണ്ട്. അതാ ഗ്രെഗറിയുടെ കൂടെ ചേർന്ന പിന്നെ. ഗ്രിഗറിയുടെ കൂടെ ചേർന്നതിന്റെ ഗുണമൊന്നുമല്ല, അവൻ പറയണ വല്ലതും ഗ്രിഗറിക്ക് മനസ്സിലാവണ്ടേ, അതുകൊണ്ടാ. അവൻ വല്ല ഏടാകൂടം കവിതയും കൊച്ചിനെ പഠിപ്പിക്കുമെന്നാ എൻ്റെ പേടി. ദേ എല്ലാം അരിഞ്ഞു കഴിഞ്ഞു, ബാക്കിയൊക്കെ നീ ചെയ്യേ. ആ മുളകും കൂടെ ഒന്ന് അരിഞ്ഞതാ പ്ലീസ്. മുളക് അരിയാന്ന് എനിക്ക് തരില്ല. താഴെയാണ് ഒരു കൊട്ട തുണി ഇരിപ്പുണ്ട്, അത് അലക്കിയിടണം. അല്ല പറഞ്ഞ പോലെ പിള്ളേരുടെ ഒച്ചയൊന്നും കേട്ടില്ലല്ലോ. ഇവന്മാർ വല്ല ഏടാകൂടെ ഒപ്പിച്ചോണ്ടിരിക്കുകയാണോ ആക്രി? ഞാനൊന്ന് പോയി നോക്കട്ടെ. മിണ്ടല് കൊത്തുന്നുണ്ട്. ആ പെങ്കൊച്ച് പൊന്നു പോലെ നോക്കണം. പാവം ബേനസീർ മരിച്ചത് കഷ്ടമായിപ്പോയി. ബേനസീർ മരിച്ചോ? എപ്പം? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇവിടുത്തെ ഒരു മലയാളം പത്രങ്ങളിലും ഞാൻ ആ വാർത്ത കണ്ടുമില്ല. അതിനി ഒരാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യുക, അപ്പം മലയാളം പേപ്പറിൽ വരും. അത് ശരിയാ. പിള്ളേരും തേടി. പാവം മോള്, അവൾ 2 ദിവസമായിട്ട് സങ്കടത്തില്ല. അവൾക്കിനി വല്ല ഡിപ്രഷൻ അടിക്കുമെന്നാണ് എനിക്ക് പേടി. നീ എൻ്റെ റിൻസി ഒന്ന് ചുമ്മാതിരി. പുതിയ ഒരെണ്ണത്തിനെ വാങ്ങിച്ചിട്ടില്ലേ, അവൾ അതിനെ നോക്കി അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തോളും. ദേ അതിന് തിന്നാനുള്ള തീറ്റ മേടിച്ചിട്ടുണ്ട്, നല്ല പ്രോട്ടീനൊക്കെ ഉള്ളത്. ഇതിപ്പോൾ 2 ദിവസം കൂടുമ്പോൾ മീനെ മേടിക്കണം, അതിനിടാനുള്ള കലത്തിടാനുള്ള കല്ല്, മണ്ണ്. ഇതിലും ഭേദം വല്ല പട്ടിക്കുഞ്ഞിനെ മേടിക്കണമായിരുന്നു. ഇതിപ്പം നല്ലൊരു തുക ഇപ്പം തന്നെ ചിലവായി. ഏതായാലും ആ ഫിഷ് ഫീഡ് മേടിച്ചത് നന്നായി. ആ ചോറും മറ്റുമൊക്കെ കൊടുത്തിട്ടാ മീൻ ചത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാ. ഞാൻ ആ കഴിഞ്ഞ ദിവസം ആ മീൻകട ചെന്നപ്പോൾ ആ ചെറുക്കനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവനും പറഞ്ഞതാ, ഫുഡ് കൂടിയാൽ അന്നേരം ഈ സാധനം ചാവുമെന്നാണ് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം അവൻ പറഞ്ഞത്, ഈ ഗോൾഡ് ഫിഷ് തണുത്ത വെള്ളത്തിൽ മാത്രമേ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞു. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടിയാൽ അന്നേരം ഇത് ചാകും. ഈ തണുപ്പ് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റിയ ഒരു സുനാപ്പി ഉണ്ടെന്നൊക്കെ അവൻ പറഞ്ഞു. എങ്കിൽ പിന്നെ അതങ്ങ് മേടിച്ചിടായിരുന്നോ? പിന്നെ 250 രൂപയാ അതിൻ്റെ വില. എൻ്റെ കയ്യിലെങ്ങും ഇല്ല. പിന്നെ ആ വെള്ളത്തിന്റെ തണുപ്പ് നിർത്താൻ എന്ത് ചെയ്യും? എൻ്റെ പൊന്നു വാളെ, അത് മുഴുവൻ കൂടെ ഒന്നിച്ച് കുടഞ്ഞിടാതെ ആ മീൻ അതിൻ്റെ പള്ള തീർത്ത് ചത്തുപോകും. ഇതന്നെ ചേട്ടായി കുമ്പോടം തുള്ളാൻ പോയ ഒരുമാതിരി പാൻറ്റിന്റെ മുകളിൽ പാവാട ഇട്ടുണ്ടോ വന്നിരിക്കുന്നത്. അത് ശരിയാ, ഷേക്സ്പിയർ ഡ്രാമ കളിക്കാൻ പോയതുപോലെ ഉണ്ട്.
എന്നാ തണുപ്പാ ശിശിരം മുറിച്ചിട്ട് വരുന്ന പോലെ. എന്നാ മൂർച്ഛിച്ച പോലെയാ ശിശിരം ഗിരിഗിരി, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കണമെന്ന്, കേട്ടോ. അമ്പടാ, അവനൊരു കവിത ചെല്ലാനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവൻ്റെ അതല്ലടാ, ഈ മുറിയിൽ ഹീറ്റിംഗ് ഓഫ് ആക്കി ഇട്ടിരിക്കുക. ഇത് ഞാൻ ചേട്ടെ കോസ്റ്റ് കട്ടിങ് ആണോ? ഓ, എന്നാ കോസ്റ്റ് കട്ടിക്കാൻ എൻ്റെ മാനെ. ഈ പെരയ്ക്കകത്ത ഹീറ്റിംഗ് മുഴുവൻ ഒരു ദിവസം ഓഫ് ചെയ്തിട്ടാലും നീ തിന്നണ സ്നാക്കിൻ്റെ ലാഭം പോലും കിട്ടിയല്ല. റിൻസി, റിൻസി, ആ മീനും ചത്തു. ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ചുമ്മാ ഒന്ന് നോക്കുക, ദേ അത് ചത്ത് മലത്ത് കിടക്കണം. ഇനി അവളോട് എന്ത് സമാധാനമാണ് പറയുന്നത്? ഇന്ന് അവൾക്ക് പരീക്ഷയുള്ള ദിവസമാണ്. എഴുന്നേറ്റാൽ ഉടനെ നേരെ അതിൻ്റെ മുമ്പിലോട്ടാണ് പോകുന്നത്. ഇനി അത് മതി കരഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കാൻ. ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ മനുഷ്യനുണ്ട്, അതിനിടയ്ക്ക് എങ്ങനത്തെ ഓരോ മാരണങ്ങൾ. ഇനി എന്നാ ചെയ്യും? കൊച്ചു വെളുപ്പങ്കാലത്ത് ഇത് തന്നെ ഒപ്പിക്കാൻ ഞാൻ പെട്ട പാട് എനിക്കറിയാം. എത്ര കട കയറി ഇറങ്ങിയ പിന്നെ ഇത് കിട്ടിയെന്നറിയോ? അപ്പോഴാ. ഗുഡ് മോർണിംഗ് മോളു. Morning, Daddy. Daddy, നോക്ക്, എന്റെ മീൻ്റെ മേത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്പോട്ട്സ് നിൽക്കുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഡാഡി ഒന്ന് നോക്കട്ടെ. ആ, ഇത് നമ്മുടെ മീനിന് പ്രായമായി വരിക, അതുകൊണ്ടാകട്ടോ. കൊച്ചിനറിയാൻ മേലെ മമ്മിയുടെ ഹെയർ വൈറ്റ് ആകുമ്പോൾ മമ്മി ഡൈ തൂക്കാറില്ലേ, അതുപോലെയാകട്ടോ. Really? ആ, റിയലി റിയലി റിയലി.